എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഇവിടെ സംസാരിക്കുന്നത് ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് പറയുന്ന ഒരു ആപ്തവാക്യത്തെക്കുറിച്ചാണ്. ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഏറ്റവും അധികം ജീവിതത്തിൽ ഉപയോഗിക്കുന്ന കൊണ്ടു നടക്കുന്ന ഒരു വാക്യമാണ് ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മ ഏവ അധോഹന്തി ധർമ്മോ രക്ഷതി രക്ഷിത തസ്മാ ധർമ്മോ ന ഹന്തവ്യോ മാംനോ ധർമ്മോ ഹതോവതീത്. ഇതാണ് മനുസ്മൃതിയിലെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ രണ്ടാമത്തെ വരിയാണ് ധർമ്മോ രക്ഷതി രക്ഷിത. യാതൊരുവനാണോ ധർമ്മത്തെ രക്ഷിക്കുന്നത് അവനെ ആ ധർമ്മം തന്നെ രക്ഷിക്കും. ധർമ്മം 3 അക്ഷരങ്ങളുള്ള ഒരു വേർഡാണ് ധർമ്മം. പക്ഷെ ഇതിൻ്റെ അർത്ഥവ്യാപ്തി, ഇതിൻ്റെ ആന്തരാർത്ഥങ്ങൾ എത്ര വ്യാഖ്യാനിച്ചാലും മതി വരാത്ത ഒരു സാഗരമാണ്. അത്ര കണ്ട് അർത്ഥവ്യാപ്തിയുള്ള ഒരു പദമാണ് ധർമ്മം. എന്താണ് ധർമ്മം? ധർമ്മം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒറ്റ വാക്യം കൊണ്ടൊന്നും അതിനെ നമുക്ക് ഒരു ഉത്തരം തരാൻ സാധിക്കില്ല. എന്നാലും നമുക്ക് വളരെയധികം വിശാലമായ അർത്ഥങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ധർമ്മം എന്നത് ഓരോ വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള അവനവനെ മാത്രം ബാധിക്കുന്ന ചില കാര്യങ്ങളാണ് ധർമ്മം എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിയുടെ ജ്ഞാനം, അവൻ്റെ സാഹചര്യം, സർവോപരി അവൻ്റെ മനോധർമ്മം, അവൻ്റെ ഉദ്ദേശശുദ്ധി, ഇത്തരം കാര്യങ്ങളെ അധികരിച്ച് ഒരുവൻ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് എതിരായി അവൻ ചെയ്യുന്നതെല്ലാം അധർമ്മമാണ്. അപ്പോൾ ധർമ്മവും അധർമ്മവും ഇവിടെ ഉണ്ടെന്ന് വെച്ചാൽ 2 അവസ്ഥാഭേദങ്ങളാണ്. ധർമ്മത്തിൻ്റെ 2 അവസ്ഥാഭേദങ്ങളാണ് ധർമ്മവും അധർമ്മവും. എന്നാൽ പരധർമ്മം വളരെ അപൂർവമായെങ്കിലും ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മളുടെ ധർമ്മം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു ആളുടെ ധർമ്മവും സംരക്ഷിക്കാൻ ബാധ്യസ്ഥനല്ലേ എന്ന്. അങ്ങനെ ഒരു ധർമ്മം ഇല്ല. അങ്ങനെ ഒരു ധർമ്മത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കില്ല. സ്വധർമ്മമാണ് ഏറ്റവും പരമവും പവിത്രവുമായിട്ടുള്ളത്. സ്വധർമ്മം പരമോ ധർമ്മം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ധർമ്മം ചെയ്താൽ മതി. മറ്റുള്ളവരുടെ ധർമ്മം നമ്മൾ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ധർമ്മം ഭംഗിയായിട്ട് ചെയ്താൽ അത് മറ്റുള്ളവർക്കും ഹിതകരമായി ഭവിക്കും. കാരണം ധർമ്മത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഉദ്ദേശശുദ്ധിയാണ്. അവനവന് ആത്മസുഖത്തിനായി ആചരിക്കുന്നവ എല്ലാം അപരന് സുഖത്തിനായി വരയണമേ എന്ന് സ്വയം പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു ഉദ്ദേശശുദ്ധി അനുസരിച്ച് ഓരോരുത്തരും സ്വധർമ്മം ചെയ്താൽ അവിടെ മറ്റുള്ളവരുടെ ധർമ്മം നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് വരുന്നത്? നാശം വരുമ്പോഴാണ്. പിന്നെ മൂല്യച്യുതി സംഭവിക്കും. അപ്പോഴും നാശമല്ല, ധർമ്മത്തിന് മൂല്യച്യുതി സംഭവിക്കും. എങ്ങനെ? അധർമ്മത്തിൻ്റെ ആധിക്യം കൊണ്ട്. അപ്പം എങ്ങനെ അധർമ്മങ്ങൾ വരുന്നു? അതുകൊണ്ടാണ് ഈ ഉദ്ദേശശുദ്ധി ഇല്ലാത്ത ആളുകളാണ് അധർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ ധർമ്മം എന്ന് പറയണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം നമ്മുടെ ഉദ്ദേശശുദ്ധിയാണ്. അത്തരം ഉദ്ദേശശുദ്ധി ഇല്ലാത്ത ആളുകളുടെ ആധിക്യം കൊണ്ട് അധർമ്മത്തിൻ്റെ അഭ്യുത്ഥാനമുണ്ടാവും. അപ്പോഴാണ് ഭഗവാൻ പറയുന്നത്, എന്താ പറയുന്നത് ഭഗവാൻ? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഇനി അങ്ങനെയുള്ള സമയങ്ങളിൽ ഭഗവാൻ അവതരിക്കും. ഭഗവാൻ അവതരിച്ച് എപ്പോഴൊക്കെയാണോ ആ ധർമ്മത്തിന് മൂല്യച്യുതി സംഭവിച്ച് അധർമ്മത്തിൻ്റെ അഭ്യുത്ഥാനം ഉണ്ടാവുന്നത്, ഉയർച്ച ഉണ്ടാവുന്നത്, അത്തരം സമയങ്ങളിലെല്ലാം ഭഗവാൻ അവതരിച്ചിരിക്കും. ആ അധർമ്മത്തെ അടിച്ച് താഴ്ത്തി ധർമ്മത്തിന് ഉത്ഥാനം ഉണ്ടാക്കിയിരിക്കും. അത് ഭഗവാന്റെ ചുമതലയാണ്. ആ ചുമതലയിലേക്കൊന്നും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ധർമ്മത്തെ ശ്രദ്ധിക്കുക. ഇനി മറ്റൊരാളുടെ ധർമ്മത്തെ ശ്രദ്ധിച്ച് ആ ധർമ്മത്തെ സംരക്ഷിക്കേണ്ടതാണ് നമ്മുടെ ചുമതല, അല്ലെങ്കിൽ ആ ധർമ്മമാണ് നമ്മുടെ ധർമ്മത്തേക്കാൾ മഹത്തരം എന്നൊക്കെ നമ്മളെന്ന് ചിന്തിച്ചു പോയാൽ അതും അധർമ്മമായി ഭവിക്കും. ഓരോ വ്യക്തിയുടെയും സാഹചര്യങ്ങൾ നോക്കി അവനവൻ ചെയ്യുന്നതാണ് ധർമ്മം എന്ന് പറയുന്നത്. ഒരുവൻ ചെയ്യുന്ന ധർമ്മം മറ്റുള്ളവന് ചിലപ്പോൾ അധർമ്മമായേക്കാം. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ നമ്മുടെ ധർമ്മത്തിൻ്റെ വഴിയിൽ കൂടെ തന്നെ സഞ്ചരിക്കുക. ചിലപ്പോൾ ആ വഴികൾ കുറച്ച് കല്ലും മുള്ളൊക്കെ നിറഞ്ഞതായിരിക്കും, വേദനാജനകമായിരിക്കും. പക്ഷേ അവസാന വിജയം ആ ധർമ്മചാരിക്ക് തന്നെയായിരിക്കും.
എല്ലാവർക്കും ശാന്തി ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.